അപ്പം ഞാനിന്ന് വന്നപ്പോൾ താമസിച്ചു പോയി. വിശന്നിട്ട് ഭണ്ഡാരം അടങ്ങിയിരിക്കുകയാണ്. ക്യാൻറ്റീനിൽ പോവാണ് ഗൈസ്. ക്യാൻറ്റീനിൽ പോവാണ് ഗൈസ്. ഈ പൊട്ടനുണ്ട് ഗൈസ്. ക്യാൻറ്റീനിൽ പോവാ ഗൈസ്. അയ്യോ വെയിലാണ്. സൗണ്ട് എനിക്ക് തിരിച്ചു വന്നില്ല. ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു ഗൈസ്. ഇവരെല്ലാവരും ക്യാൻറ്റീനിൽ പോകാൻ വന്നത്. എനിക്കെപ്പോൾ ചായ കുടിക്കണം, ഇപ്പം എല്ലാവർക്കും ചായ കുടിക്കണം. ഇതേണ്ട ഗൈസ് ക്യാൻറ്റീൻ, ഞങ്ങളുടെ ക്യാൻറ്റീൻ. അങ്ങനെ ഞങ്ങൾ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. ഞാൻ ഒരു പഫ്സും ചായയും കുടിച്ചു. ബാക്കി എല്ലാവരും ചോറുണ്ണാൻ പോവാ ഗൈസ്. നീ ചോറുണ്ടെന്നിട്ടുണ്ടോ? ചോറില്ല ഗൈസ്. ഒന്നിച്ചാണ് ഗൈസ് കഴിക്കുന്നത്. ചോറുണ്ടെന്നാണ്. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ലാഭമാണ് ഗൈസ്. പക്ഷെ മരിച്ചോട്ടില്ലാണ്. നിങ്ങൾ കൊട്ടാരത്തിൽ പോയി എന്നാ കഴിച്ചോ? വെജ് അത് കാണിക്കണ്ട, നീ പറ അജ്മിയ. വെജ് വെജ് ഫ്രൈഡ് റൈസ് അല്ലേ? ഒന്നുകൂടി ചോദിച്ചാ പറയും ബിരിയാണി കഴിച്ചത്. നാണമില്ലാത്ത ലാബി വെച്ച് കാണാം ഗൈസ്. ക്രൂസിബിൾ തല്ലിപ്പൊളിക്കാനുള്ള സ്ഥിതി. അങ്ങനെ ഞങ്ങൾ ഗ്രാവിമെട്രി അനാലിസിസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം മിസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ മുന്നേ ഒന്ന് പറഞ്ഞു തരാണ്. സോ അതാണ് ഞങ്ങളുടെ ലാബിൽ ചെയ്തത് ഗൈസ്. എന്നിട്ട് എഴുതാനുള്ളതൊക്കെ എഴുതി ഞങ്ങൾ പതുക്കെ ചെയ്യാനൊക്കെ തുടങ്ങി. ഗ്രാവിമെട്രി വിചാരിച്ച പോലെയല്ല, വലിയ കുഴപ്പമില്ല, എന്നാൽ ഒട്ടുപാടുമല്ല. അപ്പം ചെയ്ത് കഴിഞ്ഞ് പ്ലേസൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അതൊക്കെ വൃത്തിയാക്കി ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കല്ല, ട്യൂഷൻ എടുക്കാനാണ് പോയത്. പിന്നെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി തുടങ്ങി. ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഫോണൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ നേരെ തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടിനെയും കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങണം. അപ്പോൾ ഈ ഒരു ഓട്ടമാണ് എല്ലാ ദിവസവും. കുറച്ച് നേരം ഞാൻ ബ്ലാക്കിൻ്റെ കൂടെ കളിച്ച് അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സമാധാനവും തോന്നും. അപ്പം ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഡേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.